ഇവരുടെ മക്കളാരും ഈ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നില്ല. ഇവരുടെ മക്കളൊക്കെ പഠിക്കുന്നത് വലിയ വലിയ സ്കൂളിലാണ്. ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് മീഡിയം എന്ത് മീഡിയം അല്ല എനിക്കറിയില്ല. കാരണം ഞങ്ങൾ 8ാം ക്ലാസ് പിന്നെ മത്സരത്തോടെ ഒരൊറ്റ കാര്യമുള്ളൂ, വെള്ളം പൊന്തിയിട്ടാണ് നിൽക്കുന്നത്. പഠിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് സാധാരണക്കാരന് പോലും പഠിക്കാം. സാധാരണ കുട്ടികൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന വിദ്യാഭ്യാസത്തിലൂടെയാണ് അത് നടക്കില്ല. അത് നടക്കുന്നില്ല. കാര്യം ഇവരുടെയൊക്കെ മക്കൾ ഈ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റ് മക്കളൊക്കെ പഠിക്കുന്നത് എവിടെയാണ്? ഇപ്പൊ അവര് പഞ്ചായത്ത് പ്രസിഡന്റ് മക്കളില്ല ഇവിടെ. 2020 ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? 2 രൂപക്ക് പാല്, 3 രൂപക്ക് അരി, 1.5 രൂപക്ക് മുട്ട, ഇതൊക്കെ തരാന്ന് പറഞ്ഞു. ഇപ്പൊ 7.5 രൂപ മുട്ട, അരി 58 രൂപ. ഇവരെവിടെ 7 രൂപ മുട്ട, 7 രൂപ 1000 രൂപ മുട്ട, ഉൾമുട്ട തരാന്ന് പറഞ്ഞു. എവിടെ ഇവരെവിടെ? 2020 എന്ന് പറഞ്ഞ് നിന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ ഇവിടെ 8 രൂപ പണിതാണ്. ഇവിടെ കണ്ണമാടി 8ാം വാർഡിൽ പണിത് 9ാം വാർഡ് 8ാം വാർഡ് 9ാം വാർഡ് നടുക്ക് പണിത സാധനമാണ് ചെല്ലാനത്തോണ്ടിട്ടത്. അവർക്ക് ഇപ്പൊ ബുദ്ധിമുട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? അവർക്ക് അറിഞ്ഞിട്ട് കിട്ടിയാന്നല്ല, ഞങ്ങൾക്ക് അറിയുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇവര് കണ്ട ഒരു MLA ഉണ്ട്, ഒരു MP ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, ഒരു മന്ത്രി ഉണ്ട്. തിരിഞ്ഞു നോക്കിയിട്ടില്ല. കണ്ണമല്ലായിട്ട് 8ാം വാർഡിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വോട്ട് ചെയ്ത ജനങ്ങളെ, ഈ സൗഭാഗ്യങ്ങള് അനുഭവിക്കാനായിട്ട് അവസരം ഒരുക്കിയ ജനങ്ങളെ തിരിഞ്ഞു നോക്കാതെ ഇവിടെ സിമെന്റോ കാര്യങ്ങളോ ഇടാതെ ചാക്കുകൾ വെച്ചിട്ട് വികസനം കാണിച്ചിട്ട് ഇത് തകർന്നിരിക്കുകയാണ്. തകരായില്ല. കുടുംബങ്ങളില്ല. ഒരു വർഷത്തില് കുടുംബം ഇവിടെ തകർന്നു പോയി. കുടുംബം ഒരു വർഷത്തില് എത്ര ദിവസം നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് കൂടി വന്നാൽ ഞങ്ങൾക്ക് 2 മാസം 3 മാസം ജോലി ചെയ്യാൻ പറ്റില്ല. പിന്നെ കടന്നു കയറാൻ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വർഷമായെന്ന ഒരു തുള്ളി കാറ്റുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ മക്കളൊക്കെ നോക്കണ്ടേ? ഞങ്ങൾ ധീരസേനയാണ്. സർക്കാർ പറഞ്ഞാൽ ഞങ്ങൾ ധീരസേനയാണെന്ന് ഡാം തുറന്നോട്ടപ്പ ഈ സർക്കാർ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ ഈ ഇളക്ക് വന്നിട്ടേ പ്രസിഡന്റാണ് ഇവിടുത്തെ കണ്ണമാലിലെ പ്രസിഡന്റ്, 8ാം വാർഡിലെ പ്രസിഡന്റാണ്, 8ാം വാർഡ് മെമ്പറുമാണ്. ഇയാളെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട. എന്റെ ചേട്ടന്റെ മക്കളുടെ ജോലി വരെ ഇയാൾ കളഞ്ഞു. അതായത് സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് ചേട്ടാ എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നു? ഹരിതസേന വകുപ്പില്. ഹരിതസേന വകുപ്പിൽ നിന്ന് ജോലി കളഞ്ഞു വരണ്ടെന്ന് പറഞ്ഞു. അതായത് സംസാരിച്ചതിന്റെ പേരില്, സത്യം സംസാരിച്ചതിന്റെ പേരില് ജനത്തിനെ വേട്ടയാടുന്ന, ജനത്തിന്റെ ആനുകൂല്യം കൈപ്പറ്റിയിട്ട് ജനത്തിനെ വേട്ടയാടുന്ന ഗവൺമെന്റ്. അങ്ങനെ അത് LDF, UDF, BJP എന്നല്ല, എല്ലാരും ഈ പറയുന്ന 2020 അടക്കം. 2020 അല്ല, പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അയാളും വന്നിട്ട് ഇവിടെ പറഞ്ഞു എന്ത് ഇവിടെ ഒരു പാർട്ടിയല്ല, പാർട്ടിയെ കുറ്റം പറയല്ല ചേട്ടാ. ഞങ്ങൾക്ക് ജീവിതം അടുത്ത് കാര്യമുള്ളൂ. അടുത്ത ഇലക്ഷൻ വരുമ്പോ ഞാൻ പറയട്ടെ, ഒറ്റ കാര്യമുള്ളൂ. അടുത്ത ഇലക്ഷൻ വരുമ്പോ നമ്മള് വോട്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂട്ടത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം നിർത്തിയിട്ട് വിജയിക്കുക. ഇവിടെ ബ്ലോക്ക് മെമ്പർ ഉണ്ട്, തിരിഞ്ഞു നോക്കിട്ടില്ല.